പട്ടം കോളനിയുടെ സപ്തതി സമാപനത്തിന് തുടക്കമായിരിക്കുന്നു. രാവിലെ ഗാന്ധി സ്ക്വയറിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് പരിപാടികൾക്ക് തുടക്കമായത്. വൈകിട്ട് ഇപ്പോൾ സമാപന സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തെ സാംസ്കാരിക പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അനീഷ് ഇപ്പോൾ ചേരുന്നു. അനീഷ്, ആദ്യ ദിവസത്തെ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ സപ്തതി ആഘോഷങ്ങളുടെ, അതായത് പട്ടംകൊള്ളിയുടെ 70 വർഷത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ സമാപനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൂക്കുപാലത്തെ പട്ടം നഗറിലാണ്. പബ്ലിക് ലൈബ്രറി ഗ്രൗണ്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു സപ്തതി ആഘോഷം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പട്ടംകൊള്ളിയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കില് കല്ലാർ പട്ടം കോളനി നിലവിൽ വന്നിട്ട് 70 വർഷം പൂർത്തീകരിച്ചതിന്റെ ആഘോഷമാണ് കഴിഞ്ഞ വർഷം, അതായത് 2025 ജനുവരി 20 മുതൽ ആരംഭിച്ചിരുന്ന. കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയായിരുന്നു. ഇതിന്റെ സമാപനമാണ് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത്. ഇന്നിപ്പോൾ ആദ്യത്തെ സാംസ്കാരിക പരിപാടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1955 ജനുവരിയിൽ അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ള കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും കർഷകരെ എത്തിച്ച് ഭൂമി നൽകി കുടിയിരുത്തിയിരുന്ന ആളുകളാണ് ഈ നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്നത്. ഇതാണ് പട്ടം കോളനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃഷിക്ക് 5 ഏക്കർ സ്ഥലം വീതം പതിച്ചു കൊടുക്കുകയും മറ്റ് കുടിയിരുത്തപ്പെട്ട കർഷകരോടൊപ്പം കൃഷി ചെയ്ത് ഉപജീവനം നടത്തി പോരുന്നവരുമാണ് ഈ കല്ലാർ പട്ടം കോളനിക്കാർ. 70 വർഷം, 7 പതിറ്റാണ്ട് എന്നുള്ളത് വലിയ ഒരു കാലഘട്ടം തന്നെയാണ്. പുരോഗമനത്തിന്റെ അല്ലെങ്കിൽ വികസനത്തിന്റെ ഒരു കാലഘട്ടം തന്നെയാണ് കടന്നുപോയത്. ഈ ഒരു കാലഘട്ടത്തിന്റെ ആഘോഷം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2026 ജനുവരി 20 ആയപ്പോൾ 71ാം പിറന്നാളാണ് ഈ പട്ടം കോളനിക്കാർ ആഘോഷിച്ചത്. ഇതിന്റെ ആഘോഷ പരിപാടികളുടെ ഒരു സമാപനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള, സ്വാഗത സംഘത്തിന്റെ ചെയർമാനായിട്ടുള്ള KR ഉണ്ണികൃഷ്ണനാണ് അധ്യക്ഷതയിലാണ് ഇപ്പോൾ യോഗം ചേർന്നത്. ജനറൽ കൺവീനർ ആയിട്ടുള്ള ജോമൻ താന്നിക്കല് അദ്ദേഹം ആണ് സ്വാഗതം ആശംസിച്ചത്. ഇപ്പോൾ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി അല്പം മുമ്പ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ചരിത്രകാരനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. ഇപ്പോൾ ജനപ്രതിനിധികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ായിട്ടുള്ള G. വിജയകുമാറാണ് ഈ പട്ടം കോളനി മേഖലയിൽ നിന്നും വിജയിച്ചു വന്ന ജനപ്രതിനിധികൾക്ക് ഇപ്പോൾ ആദരവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ പട്ടം കോളനി മേഖലയിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആദരവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം അല്പസമയത്തിനകം വോയിസ് ഓഫ് ഇടുക്കിയുടെ ഗാനമേളയും ഉണ്ടാകും. നാളെയാണ് പ്രധാനപ്പെട്ട സമാപന പരിപാടി, സമാപന ആഘോഷ പരിപാടികൾ നടക്കുന്നത്. സപ്തതി സമാപന റാലിയാണ് ഇതിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളത്. തൂക്കുപാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ലൈബ്രറി ഗ്രൗണ്ടിലേക്കാണ് നാളെ ഏതാണ്ട് 3 മണിയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സപ്തതി സമാപന റാലി നടക്കുന്നത്. ഇതിൽ ആബാലവൃദ്ധം ജനങ്ങളും വ്യാപാരികള്, കർഷകര്, പട്ടം കോളനിയിലെ വിവിധങ്ങളായുള്ള ആളുകള് എല്ലാവരും തന്നെ ഈ സമാപന സപ്തതി റാലിയിൽ പങ്കെടുക്കും. ഇതിനുശേഷം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS ബിനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ റിട്ടയർഡ് പ്രൊഫസറും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ആണ് മുഖ്യ പ്രഭാഷണം നൽകുന്നത്. ഇതിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ സംസാരിക്കും. 6:30 മെഗാ ഷോയാണ് ഈ ഒരു സമാപനത്തോടനുബന്ധിച്ച് ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചലച്ചിത്ര താരം നെൽസൺ ശൂരനാടിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങൾ അണിനിരക്കുന്ന തിരുവനന്തപുരം ഹാസ്യകലയുടെ മെഗാ ഷോയാണ് നടക്കുന്നത്. എന്താണെങ്കിലും പട്ടം കോളനിയുടെ ഒരു ഉത്സവമായി തന്നെയാണ് നാട് ഇതിനെ കൊണ്ടാടുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന സപ്തതി ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ സമാപനം കുറിക്കുന്നത്. നിതിൻ, നമ്മുടെ